ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ വീട്ടിലെ കുറച്ച് പണികൾ വീണ്ടും പെൻഡിങ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നിപ്പോൾ കിച്ചണിൽ കുറച്ച് വർക്ക്സാണ് കേട്ടോ നടക്കുന്നത്. വൈറ്റ് കിച്ചണിൽ കുറച്ച് ഷട്ടർ ഡോർസ് വെക്കാനുണ്ട്. അതായത് കുറേ അല്ല, കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിഷ് വാഷർ നിങ്ങളടുത്തില്ലേന്ന്. ഡിഷ് വാഷർ ഉണ്ട്, നമ്മളത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് വ്യൂ സ്പേസ് ഇൻറ്റീരിയർ സ്റ്റുഡിയോ ഇവരാണ് നമ്മളെ കിച്ചൺ വർക്ക്സ് ചെയ്തിട്ടുള്ളത്. 2 കിച്ചണും ഇവർ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഡിഷ് വാഷർ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളിതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, കാരണം അതിന് ആ ഡോറ് വെച്ചാലേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡോറ് ഇപ്പോൾ ഫിക്സ് ചെയ്യാണ്. അതുപോലെ തന്നെ 1-2 കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ തിരക്കുകൾ കഴിഞ്ഞിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡിലേ ആക്കിയതാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ. കാരണം നമ്മൾ തന്നെ ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഓടി കളിക്കല്ലേ. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നവരോട്. അങ്ങനെ ഈ ഒരു സമയത്താണ് വന്നിട്ടുള്ളത്. കുറച്ച് ബോക്സസും കാര്യങ്ങളും പിന്നെ പാൻ ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാ നമ്മൾ കിച്ചൺ ടൂറൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ എന്തൊക്കെയാണ് വെച്ചെന്നുള്ള പറഞ്ഞത് കേട്ടോ. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതും കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു ഈ ഒരു പുട്ടും കുടം എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്, ഭയങ്കര യൂസ്ഫുള്ളായി തോന്നിയെന്നൊക്കെ. ഞാൻ ശരിക്കും ഇത് വാങ്ങിക്കാനുള്ള കാരണം എന്താ അറിയോ, ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാകുമ്പം ഗ്യാസ് ലാഭിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതൊന്ന് നോക്കിയേ, ഇതെനിക്ക് എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവി വരുന്നില്ല. അപ്പോഴാണ് ഞാൻ അതിൻ്റെ അകത്ത് നോക്കുന്നത്. അകത്ത് ചെറിയൊരു ഹോളാണ്. അതിൻ്റെ ആ ചില്ലിൻ്റെ അകത്തൂടെ നമ്മൾക്ക് എങ്ങനെ ഈ ചില്ല്, ഇതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ആ ചില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി എങ്ങനെ വരും, ഏതിലൂടെ വരും. ഇനിയിപ്പോൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഈ ചില്ലല്ല ഇതിന് വേണ്ടത് ശരിക്കും. ഞാനിതിൻ്റെ ഈ ഒരു ബ്രാൻഡ് നെയിം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്, കാരണം അത് ഇനിയിപ്പോൾ അവരെ ബാധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇനി ഇത് വാങ്ങിക്കാൻ നിൽക്കണ്ട നിങ്ങൾ കേട്ടോ. ഭയങ്കര പ്രശ്നമാണ്. ഞാനിത് എന്താ ചെയ്യുക, ഞാൻ ഒഴിവാക്കാൻ പോവുകയാണ്. കാരണം എത്ര മണിക്കൂറാണെന്നറിയോ ഒരു സാധാരണ പുട്ടുണ്ടാക്കുന്നത് എത്ര പെട്ടെന്ന് ആവി വരും, ഇത് എത്ര നേരം വെച്ചിട്ടാവുന്നതെന്നറിയോ. അപ്പോൾ ദയവായിട്ട് വാങ്ങിക്കണ്ട. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ചോറും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് വലിയൊരു ആശ്വാസമാണ്. ചോറ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ അവിടെ റെഡി ആയിക്കോളും. ഇന്ന് ഞാൻ ബീഫ് എടുക്കാനാണ് വിചാരിക്കുന്നത്. ഒരു മുടിയാഴ്ചയുടെ ബീഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാത്തരം പണിക്കാരും ഇവിടെ ഉണ്ട്. ഇപ്പോഴും നമ്മളെ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ യൂസ്ഡായി, ഓരോ കാര്യങ്ങളും നമുക്ക് ഡെയിലി അങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലാണ്ടാവില്ല അങ്ങനെ. അപ്പോൾ ചോറും കറികളും ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നല്ല മിക്ക ദിവസങ്ങളിലും ഇന്നും പുട്ട് തന്നെയാണ്. ദോശ ഉണ്ടാക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നറിയോ, ദോശച്ചട്ടി ഞങ്ങളുടെ ഫ്ലാറ്റിലാണ്. അതിനിപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് അതിന് തീരുമാനമാവും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദോശ തന്നെ ആവും. അപ്പോൾ ഇപ്പോഴല്ലേ പുട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാരണം പറഞ്ഞിട്ട് പുട്ടുണ്ടാക്കാമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്, അത് പറയുന്നേ വേണം. ബാക്കി ചോറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാൻ. വൈകുന്നേരത്തെ ഡിന്നറും ഇഷ്ടമാണ് ഉണ്ടാക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര മടി. എന്താണെന്നറിയില്ല, രാവിലെ ഞാൻ ബൂട്ടാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതാ ഓരോ പണികളവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണോന്ന്. അറ്റാച്ച് ചെയ്തിട്ടുള്ളതല്ല, ഇത് ടേബിളും അങ്ങനെ ബെഞ്ച് ടൈപ്പ് ചെയറും കൂടിയിട്ടുള്ളത് തന്നെയാണ്. ഇതിങ്ങനെയാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഞങ്ങൾക്ക് കിച്ചണിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തതാണ്. മജ്ലിസ് സോഫ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം. പിന്നെ അടുത്തത് പറയാനുള്ളത്, അപ്പം നമ്മൾ ഡിഷ് വാഷർ കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടോ, ഇപ്പോഴാണ് ഡിഷ് വാഷർ നമ്മൾ കാണുന്നത്. അതുവരേക്കും നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ ഒരു ഷട്ടർ ഡോറും ഇല്ലാണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഡിഷ് വാഷർ ഉണ്ട്, അതും ഞാൻ റിവ്യൂ പറയുന്നുണ്ട് ഇൻഷാ അല്ലാ. ആദ്യം പണികളൊക്കെ കഴിയട്ടെ. പിന്നെ ഇത് പാൻ ഹോൾഡറാണ് കേട്ടോ. അതും ഞാൻ വൈറ്റ് കിച്ചണിൽ തന്നെ വെച്ചിട്ടുള്ളത്. കാരണം എൻ്റെ വർക്ക് ഏരിയ കിച്ചണിൽ ഞാൻ എപ്പോഴും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാത്രങ്ങൾ ഞാൻ യൂസ് ചെയ്യുള്ളൂ. ഈ വൈറ്റ് കിച്ചണിലാണെങ്കിൽ നമ്മൾ വെറൈറ്റി പാത്രങ്ങൾ, പുതിയ ഐറ്റംസൊക്കെ കേട്ടോ. അപ്പം ഞാനിത് ബീഫ് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങളെ എൻജിനീയേഴ്സിനെയും ആർക്കിടെക്റ്റിനെയും ആദ്യം ഒന്ന് പൊക്കി പറയും, പിന്നെ അവരുടെ കുറ്റങ്ങളെ പറയാനുള്ളൂ, അങ്ങനെ എന്തോ, നിങ്ങളൊട്ടും ട്രസ്റ്റ് വർത്തി അല്ല എന്ന് പറഞ്ഞിട്ട്, അതായത് എന്നെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കമൻറ്റിന് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കണമെന്നുണ്ട്. അതായത് എൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഒത്തിരി ആൾക്കാർ അതുപോലെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കലും അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ പുട്ടുംകുടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ എൻ്റെ
ആർക്കിടെക്റ്റ്, അതായത് ഞങ്ങളുടെ എൻജിനീയർ, നമ്മൾ വീട് പണിത എൻജിനീയർ ആണെങ്കിലും ആർക്കിടെക്റ്റ് ആണെങ്കിലും കിഡിലാണ്, രണ്ടുപേരും പെർഫെക്റ്റാണ്. അവരെ പറ്റി ഇപ്പോഴും എനിക്ക് നല്ലതേ പറയാനുള്ളൂ. പക്ഷെ നമ്മൾ വീട്ടിൽ ചില കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് വരുന്നല്ല, ഞങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് വരുന്നില്ല. ചിലത് ഞങ്ങൾ പറയും ഇന്ന പോലെ ചെയ്യണമെന്ന്, അപ്പോൾ അവർ പറയും അതിന് നെഗറ്റീവ്സ് ഉണ്ടാവും, പോസിറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ പറയണത്. ചിലപ്പോൾ നമ്മൾ വാശി പിടിക്കുന്നുണ്ടാവും. ഞങ്ങളങ്ങനെ ഒരുപാട് വാശി പിടിച്ചിട്ടില്ല, പല ചിലതൊക്കെ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അബദ്ധത്തിൽ വന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് അത് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, ഞാൻ അങ്ങനെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയണം. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനത്തെ ഒരെണ്ണം ഞാനിവിടെ കാണിച്ചു തരാം, പറഞ്ഞുതരാം. നമ്മുടെ കിച്ചണിലുള്ള കേട്ടോ. അപ്പോൾ ഇതാ ഈ കിച്ചൺ ടീമിൽ കിച്ചൺ നമ്മൾ വർക്ക് ഏരിയ കിച്ചണിൽ GTPT അങ്ങനെ ഒരു സംഭവം വെക്കാനുണ്ട്. അതായത് നമ്മൾ ഗ്ലാസും പ്ലേറ്റ്സും ഒക്കെ വെക്കുന്ന ട്രേ ഉണ്ടല്ലോ അത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കിച്ചണിൽ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈ 2 കിച്ചണിലും നമ്മൾ ആർക്കിടെക്റ്റിനോട് പറഞ്ഞു, കളർ കോമ്പിനേഷൻസ് പറഞ്ഞു, എവിടേക്കാണ് കബോർഡ് വേണം, വാർഡ്രോബ് ഇത് വേണോ, കബോർഡ് എവിടേക്ക് വേണം, എന്തൊക്കെ അങ്ങനെ കുറഞ്ഞ സാധനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ ഈ കിച്ചൺ ടീമിനോട്, ആർക്കിടെക്റ്റിൻ്റെ കൂടെ നമ്മൾ കിച്ചൺ ടീമിനോട് നേരിട്ട് സംസാരിച്ച് പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടായിട്ടില്ല, ഞങ്ങൾ UAE യിലായിരുന്നല്ലോ ആ സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ചാൻസ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഓരോ ഇപ്പോൾ ഈ ഒരു GTPT എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ആ ഒരു പ്ലേറ്റ്സ് വെക്കുന്നതും കപ്പ് വെക്കുന്നതും അതിൻ്റെ ഹൈറ്റും അതിൻ്റെ നീളവും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മളനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്കെല്ലാം അറിയുള്ളൂ, നമ്മളെല്ലാം കിച്ചണിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് കിച്ചണിൻ്റെ വെറും ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ആരെയാണ് പറയേണ്ടത്? കിച്ചൺ ടീമിനെ പറയാൻ പറ്റില്ല, ആർക്കിടെക്റ്റിനും പറയാൻ പറ്റില്ല, ഞങ്ങളെയും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ 3 പേരും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് എനിക്ക് ഇവർ ശരിയാക്കി തന്നു കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് താഴത്തെ റോല് എന്താ പറയുക, കപ്പുകൾ മതി, മേലത്തിൽ പ്ലേറ്റ്സ് മതി എന്ന് പറയും. കാരണം എൻ്റെ പ്ലേറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്റ്റീലിൻ്റെ പ്ലേറ്റില്ലേ, വലിയതാണ്. അപ്പോൾ സാധാ നോർമൽ പ്ലേറ്റ്സിനുള്ള സൈസിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളിവിടെ വർക്ക് ഏരിയ കിച്ചണിൽ ഫുള്ള് വലിയ പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വലിയ പ്ലേറ്റ് വെക്കാനുള്ള ആ ഒരു ഹൈറ്റ് നമുക്ക് വേണം. ഞാൻ കാണിച്ചു തരാം, അത് കാണിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബീഫ് അവിടെ ഞാനൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ബീഫ് വേവാൻ അത്യാവശ്യം സമയം എടുക്കുക. ഞാൻ ഇത് അടുപ്പത്ത് വെക്കാനാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ വെച്ചു. കുക്കറിലാകുമ്പോൾ വേഗം റെഡി ആവല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുക്കറിലും സമയം എടുത്തു കേട്ടോ. ഞാൻ ആദ്യം ഒരു 5-6 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തു, പിന്നെയും വീണ്ടും കുക്ക് ചെയ്തു, അങ്ങനെ. അപ്പോൾ ഇതാ ആദ്യം ഇവർ ഗ്ലാസ്സൊക്കെ വെക്കുന്ന ഇത് വെച്ചു, പിന്നെ അതിന് മേലെ പ്ലേറ്റ്സിൻ്റെ ഇത് വെച്ചു. പക്ഷേ രണ്ടും കൂടി വെച്ചപ്പോൾ നമുക്കൊരു ഹൈറ്റ് ഡിഫറൻസ് കണ്ടോ. ഇതിപ്പം നമുക്ക് പ്ലേറ്റ്സ് ഒന്നും വെക്കാൻ പറ്റാത്തൊരു ഹൈറ്റായിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, നമ്മളെ കിച്ചണിനകത്ത് നമുക്ക് എന്തൊക്കെ ആക്സസറീസ് വേണം അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കിച്ചൺ ടീമിനും എളുപ്പമാണ്, ആർക്കിടെക്ട്സിനും എളുപ്പമാണ്, നമുക്കും എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ കിച്ചണിലോട്ട് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ റെഡിയാക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ക്രൂഷ്യൽ മൊമെൻറ്റ്സ് ആയിരുന്നു നമ്മൾ UAE. അപ്പോൾ ആ സ്റ്റേജിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ കിച്ചൺ വർക്ക്സ് ചെയ്തവരെ കോൺടാക്ട് ചെയ്യണമെന്നാണെങ്കിൽ വ്യൂ സ്പേസ് ഇൻറ്റീരിയർ സ്റ്റുഡിയോ അവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ അവർ ചെയ്തുതരും. എല്ലാം നല്ല എന്താ പറയുക, ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ക്വാളിറ്റി എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ്. നമ്മളെപ്പോഴും ഇങ്ങനത്തെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളില്ലേ, ഈ കിച്ചണിലൊക്കെ നന്നായിട്ട് വെള്ളത്തിൻ്റെ ഉപയോഗം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ എപ്പോഴും അതിൽ ഈ ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കേടായി പോവും, എല്ലാം കേടായി പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ പൈസ കൊടുത്തിട്ട് കേടാക്കി വീണ്ടും നന്നാക്കി അങ്ങനത്തെ ആവശ്യമില്ലല്ലോ. ഒറ്റ ടൈം നമ്മൾ ചെയ്യുമ്പോൾ വൃത്തിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വെള്ളരി തൈര് കറിയാണ് ഉണ്ടാക്കുന്നത്. വെള്ളരി വെച്ചിട്ടുള്ള തൈര് കറി ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് ഒന്ന് വരട്ടണം, പിന്നെ ബീൻസ് ഉപ്പേരി, ഇതൊക്കെയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ചേർത്തിട്ട് വെള്ളരി വേവിച്ചെടുക്കുക. കണ്ടോ, അല്ലെങ്കിൽ നല്ലപോലെ മഞ്ഞൾപ്പൊടി ചട്ടിക്ക് വീഴും. കൈ തട്ടിപ്പോയതാണ് വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ അതവിടെ കിടന്നിട്ട് വേവട്ടെ. ഇതൊക്കെ ശരിക്കും അടുപ്പത്ത് വെക്കേണ്ടിയായിരുന്നു. പിന്നെ ഈ ഒരു തിരക്കിൽ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ശരിയാവില്ല. ഇന്നിപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നുണ്ട്. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനിയില്ല, ഇനി ഫ്ലാറ്റില്ല.
എന്തായാലും അത് ഒരു ഓർമ്മയായി മാറി. നമുക്കൊരു വിഷമമുണ്ട് കേട്ടോ ഫ്ലാറ്റിൽ നിന്ന് പോരുന്നതിന്. കാരണം തിരൂരാണ് ഫ്ലാറ്റ്, നമുക്ക് തിരൂർ അടുത്തായിരുന്നു എല്ലതും. അപ്പോൾ അവിടെ നിന്ന് പോരുമെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷമം. നമ്മൾ UAE പോരുമ്പോൾ ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ, റോയിമോൾ ഫുള്ള് കിച്ചണിൽ തന്നെയാണ്. നമ്മൾ എന്താ ചെയ്യണമെന്ന് നോക്കി നിൽക്കുകയാണ് റോയി. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ടോയ്സൊക്കെ പരത്തിയിട്ടുണ്ട്. ടോയ്സ് കൊണ്ടുവന്നുള്ള പ്രശ്നം അതാണ്. അപ്പോൾ അതാ നമ്മളെ ആ ഒരു GTPT റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് പാത്രം വെക്കുന്നത് മേലെയും ഗ്ലാസ് താഴെയും, അതിൻ്റെ താഴെ ഒരു ട്രേയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ കിച്ചൺ പരിപാടിയിലോട്ട് കിടക്കണം. അതിനിടയ്ക്ക് ക്ലീനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. റുക്യാമുണ്ട് കേട്ടോ. നമ്മൾ വെള്ളരി വെന്തിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ച് ഒഴിക്കണം. ബീൻസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് ഉപ്പേരി ഉണ്ടാക്കണം. അത് റുക്യാമും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം തൈരും തേങ്ങയും കൂടി അരക്കുന്നുണ്ട് അവിടെ അതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുക, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഹറിബറി വ്ളോഗ് തന്നെ ആയിരിക്കും. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നത്. നല്ല ലേറ്റ് ആവുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതെപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി താളിച്ചൊഴിക്കുകയാണ്. ഇനി അതിനുശേഷം ബീഫിലോട്ട് കിടക്കണം. ബീഫ് ആദ്യം നോക്കിയപ്പം വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വീണ്ടും വേവിച്ചു. ബാക്കിയൊക്കെ റെഡിയായി. അപ്പോൾ ബീഫ് വന്നില്ല. പിന്നെ ബീൻസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉണക്കമീനും പൊരിക്കുന്നുണ്ട്. ഉണക്കമുള്ളന്, കാരണം റുക്യാമു ബീഫ് കഴിക്കൂല. അപ്പോൾ അവൾക്ക് ഉണക്കമീനും ഫ്രൈ ആക്കിയിട്ടുണ്ട്. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് വേറെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, വീട്ടിനകത്ത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ചോറ് കഴിക്കാനുള്ളൂ. അപ്പോഴാണ് നമ്മളെ കിച്ചൺ ബീഫ് വന്നിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടി വേവിച്ചു. നമ്മൾ പാത്രങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, എൻ്റെ പാത്രങ്ങൾ കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ആ ഒരു എന്താ പറയുക, കബോർഡിൻ്റെ അടുത്ത് കൊള്ളാഞ്ഞത്. അങ്ങനെ ബീഫ് തൂമിച്ചൊഴിച്ച് ബീഫ് ഞാൻ നേരത്തെ തൂമിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് പോവാത്ത മനസ്സിലായത്. വീണ്ടും കുക്കറിലോട്ട് തിരിച്ചൊഴിച്ചു. അങ്ങനെ ഇനി പിന്നെ ഞാൻ തൂമിക്കുന്നില്ല കേട്ടോ. ഓൾറെഡി തൂമിച്ചാണ്. ഇനി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ, ഒന്ന് വരണ്ട എന്താ പറയുക, പെരണ്ട പരുവെന്ന് പറയില്ലേ, ആ പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ശരിക്കും കറി ആണ് ടേസ്റ്റ്. പക്ഷേ ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കൊന്ന് വരട്ടിയ പോലെ ആകുമ്പോൾ രസമല്ലേ. കറി ഓൾറെഡി നമുക്ക് വേറെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്നോട്, വീടിൻ്റെ റിലേറ്റഡ് കുറേ കാര്യങ്ങളൊക്കെ, ഡൗട്ട്സൊക്കെ ഒന്ന് പറയൂ, നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അബദ്ധങ്ങളും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാ ഞാൻ പറയുന്നുണ്ട്. കുറച്ചുകൂടെ എനിക്ക് സമയം തരണം. കാരണം നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വിശദമായിട്ട് വ്യക്തമാക്കി തന്നിട്ട് വേണം പറയാൻ. അപ്പം നമ്മളെ വീട്ടിലോട്ട് ഇതുവരേക്കും ചെയ്തിട്ടുള്ള എല്ലാതും നല്ലത് തന്നെയാണ്. അതിൽ ചിലത് നമുക്ക് അതിനേക്കാൾ നല്ലത് വേറെ എടുക്കാമായിരുന്നു എന്ന് തോന്നില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ചിലത് ചെയ്തത് അതിന് പകരം നമുക്ക് വേറെ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഒരു വർക്ക് ചെയ്തിട്ട് വേറെ വർക്കേഴ്സ് അതിൻ്റെ മുകളിൽ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആക്കിയിട്ട് കച്ചറാക്കി അത് ആരാക്കി എന്താക്കി എന്നൊരു പിടുത്തുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു വീട് പണി നടത്തുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഉണ്ടാവില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു തരാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് ഒരു വ്ളോഗിൽ ഞാൻ വേറെ പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് സമയം വേണം എനിക്കതിന്. കുറച്ച് ഒരു പ്രിപ്പറേഷനൊക്കെ വേണ്ടിയില്ലേ, അത് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ, എന്തൊക്കെയാണ് ഉത്തരങ്ങൾ എന്നൊക്കെ ഉള്ളത് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വ്യക്തമാക്കി തരണമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ്, വെള്ളരി പുളിങ്കറി, ബീഫ് റോസ്റ്റ്. പപ്പ ചോറ് കഴിക്കാനിരിക്കുമ്പോൾ കൂടെ ഒരാളും കൂടി വേഗം ഓടി വന്നിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ ഒരു സ്പേസ് വേറെ ആർക്കും കൊടുക്കൂല അവൾ. പപ്പാൻ്റെ അടുത്തും അവളുടെ അടുത്തും മിഡിലായിട്ട് ആരും ഇരിക്കാൻ പാടില്ല. ഇത് കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. പാതിരാത്രി ഒരു കളിയാണ്. നമ്മൾ ഫ്ലാറ്റ് ഒഴിവാക്കിയപ്പോഴേ അവിടെ കുറേ സാധനങ്ങൾ കിട്ടി, റൂഹിൻ്റെ ടോയ്സ്. അപ്പം ഭയങ്കര കളിയിലപ്പോൾ റൂഹിക്ക് പുതിയ ടോയ്സ് കിട്ടിയ പോലെയാണ് ഇപ്പോൾ. അത് തിരിച്ചേ റോസു, ഇത് തിരിച്ചേ പുതിയ ടോയ്സ് അന്ന് പുതിയങ്ങാടി നിറച്ചൊക്കെ വാങ്ങിച്ചതാട്ടോ. പിന്നെ അന്ന് എന്തോ ഒരു മൂഡ് പോലെ മാറ്റി വെച്ചവർ. ഒന്ന് ലൈറ്റ് കേട്ടെ.
എന്താ റോഹിന് ടോയ്സ് കാണിച്ചു കൊടുക്കട്ടെ. ഏയ് വാ, ഫ്ലാറ്റിൽ നിന്ന് തപ്പി പിടിച്ചെടുത്ത് തുറന്നാണ് ഫ്ലാറ്റ് ഒഴിവാക്കുന്ന തിരക്കിൽ നമ്മളിപ്പോൾ രാത്രി വന്നു. കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. ഇനി നാളെ ബാക്കി സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. ഓക്കെ, ലൈറ്റോ ഓക്കെ. കാണുന്നില്ല, ആ ഭംഗി ഇതിൽ കാണുന്നില്ല. വേറെന്തോ പോലെ ഉണ്ട്. അതെന്താ അത് ഓഫാക്കിയ വോൾക്ക. ആ ഇത് റോസു. ആ റോസ് ഓക്കെ. ഉറങ്ങിക്കോളി. മതി കളിച്ചത്. കഴിഞ്ഞു 12:15 ഞാൻ ഇനി ഇതെല്ലാം കൊടുത്ത് കച്ചറ കൊടുട്ടാ. ഇനി നാളെ മോർണിംഗ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.